ഇപ്പൊ എവിടെ ഒരു ലോറി കണ്ടാലും ആദ്യം ഓർമ്മ വരിക അർജുനാണ്. ഇവര് വണ്ടി സൈഡാക്കി ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓരോട് ചോദിച്ചിട്ട് ഒരു കൗതുകപ്പുറത്തട്ടോ ഞാൻ ഇതിൽ കേറുന്നത്. എന്റെ വീഡിയോ എടുക്കലൊക്കെ കണ്ടപ്പോ ഓർക്ക് കാര്യം മനസ്സിലായിട്ടോ. ഓരോ സമ്മതത്തോടു കൂടി ഓരോട് കുറച്ച് കാര്യങ്ങളും ചോദിച്ചു. ഇവരെ ജീവിതം തന്നെ ഈ വണ്ടിയിലാട്ടോ. എന്തായാലും എന്താ ഇന്നത്തെ കറി എന്താ? ചോറെന്താ? ഉരുളക്കിഴങ്ങ് കറി, തക്കാളി, കൊച്ചുള്ളി, ഇതെല്ലാം ഇതിലെന്താ കുക്കറിലൊക്കെ ചോറ് വയ്ക്കണം. നൈസ് ചെറിയൊരു കറി, അത്രേ ഉള്ളൂ അല്ലേ? ഇതിലെന്നാ ഞങ്ങൾ കെടുക്കലും ഇതിൽ തന്നെ കിടക്കുന്നു. ഇതില് തന്നെ ഉള്ള ഒരു ലൈഫിലെ നിങ്ങൾ എവിടുന്നാ വരണേ? ഞങ്ങൾ ബോംബെന്ന്. ബോംബെ. അല്ല നിങ്ങൾക്ക് ഇപ്പൊ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുകയാണെങ്കിൽ അത് ഒന്നാമത്തെ കാര്യം നമ്മൾ കഴിക്കാൻ വെച്ചാൽ നമ്മുടെ നാട്ടിലെ അരി മേടിച്ചോണ്ട് പോകും. നമ്മള് ഇതിപ്പോ ഇതിൻ്റെ അകത്ത് ഉപ്പ് ഒഴിച്ചിട്ടാണല്ലോ നമുക്ക് കഴിക്കാം. പിന്നെ പുറത്തേക്ക് പോകുമ്പോഴത്തേനും ഒന്നാമത്തെ കാര്യം അവിടുത്തെ ഫുഡ് കഴിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഒന്നാമത്തെ കാര്യം പൈസയുടെ ചിലവ്. പിന്നെ നമുക്ക് വയറിനൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചോറ് കഴിക്കാം, സ്വന്തം ഫുഡ് തന്നെ കഴിക്കും. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഇച്ചിരി കഞ്ഞി ആണെങ്കിലും നമുക്ക് കുടിക്കാം. അവിടെ എവിടെ ഇനി? നാട് മൂവാറ്റുപുഴ എറണാകുളം ജില്ല. എറണാകുളം നമുക്ക് കോട്ടയവും ഇടുക്കിയും എറണാകുളം എല്ലാം ബോർഡർ ഏരിയ. മൊത്തം ഇത് തന്നെ പരിപാടി, ഫുഡും കെടുത്തവും എല്ലാം അതിൻ്റെ അത്. എത്ര വർഷമായി നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ? ഇപ്പൊ ഒരു 22 വർഷം. 22 വർഷമായിട്ട് ജീവിതം. 22 വർഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് നടന്ന് 22 വർഷമായി. എന്നും ഇങ്ങനെ തന്നെ ഈ പണി തന്നെ ഉണ്ടാവില്ല? ഇല്ല, നമ്മളെല്ലാം കെട്ടുപണി എല്ലാ പണിക്കും പോകും. ഉള്ളപ്പോൾ വണ്ടിപ്പണി, വണ്ടിപ്പണി ആരും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ കയറും. ഒരു ഹരായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു കഷ്ടപ്പാട്? ഹരം അങ്ങനെയല്ല, ഇത് ഒരിക്കലും ഹരമായിട്ട് അങ്ങനെ ഇല്ല. നമ്മള് അങ്ങനെ ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. ഡ്രൈവർമാരുടെ ലൈഫല്ലേ അതൊരു പ്രത്യേകത. ഒരു തവണ നമ്മൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു എന്താ പറയുക, ഒരു എൻജോയ്മെന്റ് ആണ്. അത് തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു തൊഴിലല്ലേ. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു തൊഴിൽ. ഇതിനകത്ത് ഒരുപാട് അനവധിയായിട്ടുള്ള എന്താണ് വെല്ലുവിളികളുണ്ട്. ഇന്നലെ തന്നെ വന്ന് നമ്മളിപ്പം കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടായ ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്തൂടെ വന്നു. അർജുൻ രണ്ടാമത് മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ രണ്ടാമത് മണ്ണിടിച്ച ആ റൂട്ടിൽ തന്നെ വന്നത്. അർജുനെ കാണാതായ ആ റൂട്ടിൽ തന്നെ വന്നത്. ആ റൂട്ടിൽ കഴിഞ്ഞിട്ടും അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് 3 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നു. 3-4 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നു. അല്ല ആളവായല്ല, റോഡ് ഫുള്ള് ബ്ലോക്കാണ്. അതേപോലെ മഴയായിരുന്നു. ഒരുപാട് റിസ്ക് എടുത്ത് ഭയങ്കര റിസ്ക് തന്നെയാണ്. ജീവിതം തന്നെ ഒരു വണ്ടിയിലുള്ള ജീവിതം. ഇറങ്ങണമെങ്കിൽ തന്നെ കുറച്ച് പണിയാ.